സുപ്രീം കോടതിയിൽ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന കേസിൻ്റെ ഒരു പരിസമാപ്തി എന്നുള്ള രീതിയിലുള്ള ഒരു വിധിയാണ് ശരിക്കും ഇത്. പക്ഷേ അവർക്ക് പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ആ അധ്യാപകർക്ക് നിർബന്ധമായിട്ടും ടെറ്റ് യോഗ്യത 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഇപ്പം 2025 നിലവിൽ വന്ന കോഴിക്കോട് റാങ്ക് ലിസ്റ്റിൽ 96ാമത്തെ അധ്യാപകർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 4600-ലധികം അധ്യാപകർക്ക് കേട്ടറ്റ് യോഗ്യത നേടുന്നതിന് സഹായിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. 2025 സെപ്റ്റംബർ 1 ടെറ്റുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഇറക്കിയ വിധി, അതാണ് ഇന്ന് അധ്യാപകർ മൊത്തം ചർച്ച ചെയ്യുന്നത്. ഒരുപാട് അധ്യാപകർ ആശങ്കയിലായിരിക്കുന്നത്. ഈ വിധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നേക്കാവുന്ന എല്ലാ സംശയങ്ങളെയും ദൂരീകരിക്കാൻ വേണ്ടിയാണ് ഇന്ന് കേരളത്തിലെ തന്നെ ടീച്ചേഴ്സിന് വേണ്ടി മാത്രമായുള്ള ആദ്യത്തെ അക്കാദമിയുടെ ഫൗണ്ടറായിട്ടുള്ള ശ്രീ സുധീർ സർ നമ്മളോടൊപ്പം ഉണ്ട്. ടീച്ചേഴ്സ് അക്കാദമി കേരളത്തിലെ അധ്യാപകർക്ക് വേണ്ടി മത്സര യോഗ്യതാ പരീക്ഷകൾക്ക് വേണ്ടി തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ സ്ഥാപനമാണ്. സോ സുധീർ സാർ നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ സംശയങ്ങൾക്കൊക്കെ ഇന്ന് ഉത്തരം തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സർ, ഇന്ന് ഞാൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇന്ന് എല്ലാവർക്കും ഉള്ള മെയിൻ സംശയം ഇതാണ്: എങ്ങനെയാണ് ഈ സെപ്റ്റംബർ 1 വിധി അധ്യാപകരെ ബാധിക്കുന്നത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമെന്ന് പറയുന്നത് 2009 നിലവിൽ വന്ന RTE ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. സുപ്രീം കോടതിയിൽ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന കേസിൻ്റെ ഒരു പരിസമാപ്തി എന്നുള്ള രീതിയിലുള്ള ഒരു വിധിയാണ് ശരിക്കും ഇത്. അതായത് ഈ ഒരു വിധി പ്രകാരം കേരളത്തിൽ നിലവിലുള്ള അധ്യാപക സമൂഹത്തെ 3 തലത്തിൽ നിലനിർത്തിക്കൊണ്ട് വേണം ഇതിന് ഞാനൊരു മറുപടി പറയാൻ. അതിൽ ഏറ്റവും ആദ്യത്തെ ഒരു കാറ്റഗറി എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് 5 വർഷത്തിൽ താഴെ വിരമിക്കാൻ 5 വർഷത്തിൽ താഴെയുള്ള ഒരു വിഭാഗം. 5 വർഷത്തിൽ താഴെ ഉള്ള വിഭാഗമാണെങ്കിൽ കൂടെ അവർക്ക് പ്രൊമോഷൻ സാധ്യതയുള്ള മറ്റൊരു വിഭാഗം. 5 വർഷത്തിലധികം സർവീസ് കാലാവധിയുള്ള 3ാമത്തെ ഒരു വിഭാഗം. ഇങ്ങനെ 3 വിഭാഗങ്ങളായി തിരിച്ചിട്ടാണ് ശരിയായ രീതിയിൽ നമുക്ക് ഈ ഒരു വിധിയെ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുന്നത്. 5 വർഷത്തിൽ താഴെ കാലാവധിയുള്ള അധ്യാപകർക്ക് ഈ വിധി പ്രകാരം സുപ്രീം കോടതിയുടെ സ്പെഷ്യൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സർവീസിൽ തുടരാം എന്നുള്ളൊരു ഓർഡറാണ് കൊടുത്തിട്ടുള്ളത്. അത് പ്രകാരം അവർക്ക് ഇനി എന്ത് വേണ്ട, ടെറ്റ് യോഗ്യത നേടേണ്ടതില്ല. പക്ഷേ 5 വർഷത്തിൽ താഴെയാണ് അവർക്ക് വിരമിക്കാനുള്ള കാലാവധി. പക്ഷേ അവർക്ക് പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ആ പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ UP നിന്ന് ഹൈസ്കൂളിലേക്കാകാം, ഇനി അതല്ല ഹെഡ് മാസ്റ്റർ പോസ്റ്റിലേക്കാകാം. അങ്ങനെയുള്ള പ്രൊമോഷനുകൾ ആവശ്യമുള്ള ആളുകൾ അധ്യാപകർ കൃത്യമായിട്ടും ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെറ്റ് യോഗ്യത നേടിയിരിക്കുക. ഇനി 3ാമത്തെ ഒരു വിഭാഗത്തിൽ പെടുന്നത് 5 വർഷത്തിലധികം സർവീസിലുള്ള ആളുകൾ എന്നുള്ളതാണ്, അധ്യാപകർ എന്നുള്ളതാണ്. ആ അധ്യാപകർക്ക് നിർബന്ധമായിട്ടും ടെറ്റ് യോഗ്യത 2 വർഷത്തിൻ്റെ ഉള്ളിൽ നേടണം എന്നാണ് സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അതായത് 2027 സെപ്റ്റംബർ 1 ടെറ്റ് യോഗ്യത നേടാത്തവർ നിർബന്ധിതമായിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങി പിരിഞ്ഞു പോകേണ്ടതാണ് എന്നുള്ള ഒരു വിധിയാണ് ഇപ്പം വന്നത്. അതാണ് ശരിക്കും ഈ അധ്യാപക സമൂഹത്തിൽ ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുള്ളത്. സർ, അപ്പോൾ ഇത്രയും യോഗ്യത പരീക്ഷകൾ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ടെറ്റിന് ഇത്രയേറെ പ്രാധാന്യം വരുന്നത്? അതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RTE ആക്റ്റിൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടാണ് പ്രധാനമായിട്ടും ഊന്നി പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് ചൈൽഡ് സൈക്കോളജിയിൽ, അതേപോലെ ചൈൽഡ് പെഡഗോഗി, അതേപോലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇതുമായൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജി പഠിച്ചിട്ടുള്ള UP സ്കൂളത്തെയും LP സ്കൂളത്തെയും ടീച്ചേഴ്സ് പഠിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ പരിചരിക്കുകയാണെങ്കിൽ കൂടുതൽ അവർക്ക് അവരുടെ വളർച്ചയ്ക്ക് സഹായകമാകും എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് ഈ ടെറ്റ് അതായത് ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ടവർക്ക് ടെറ്റ് യോഗ്യത തന്നെ വേണം എന്ന് നിഷ്കർഷിക്കുന്നത്. ഓക്കെ സാർ, അപ്പം ടെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ടെറ്റും ഉണ്ട് അല്ലേ, സെൻട്രൽ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റും ഉണ്ട്. അപ്പം ഈ 2 കൂടെ വരുന്ന സമയത്ത് ഏതിനാണ് ഊന്നൽ, ഇന്നത് തന്നെ നേടണം, അങ്ങനെയുള്ള എന്തെങ്കിലും സ്പെസിഫിക്കേഷൻസ് അവിടെ വരുന്നുണ്ടോ? ഇല്ല. ഇതിൽ RTE ആക്റ്റിൽ പറയുന്നതാണ് ഒന്നുകിൽ ടെറ്റ് എന്ന് പറയുമ്പം ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റാണ്. അത് ഓരോ സംസ്ഥാനത്തേക്ക് മാറുമ്പോൾ, ഇപ്പോൾ കേരളത്തിലാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്നാട് ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, അങ്ങനെയാണ് അത് മാറുന്നത്. അപ്പം ഒന്നുകിൽ ടെറ്റ്, അതായത് ഏത് സംസ്ഥാനം നടത്തുന്ന പരീക്ഷയാണോ ആ പരീക്ഷ നേടണം, അതല്ലെങ്കിൽ ടെറ്റ്. ഇതിൽ ഏതെങ്കിലും ഒന്നുള്ളവർക്ക് ഈ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ
പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അധ്യാപക യോഗ്യതയുടെ അതൊരു സ്റ്റാറ്റ്യൂട്ടറി ക്വാളിഫിക്കേഷനായിട്ടാണ് ഈ ഇതിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് മറ്റുള്ള ഇതൊന്നും പാടില്ല, ടെറ്റ് മാത്രം മതി എന്നുള്ള രീതിയിൽ വരുന്നത്. സർ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ നെറ്റ്, സെറ്റ് പോലുള്ള യോഗ്യതാ പരീക്ഷകൾ, അതുപോലെ എംഎഡ്, എംഫിൽ, PhD പോലുള്ള അക്കാദമിക് ഡിഗ്രികൾ, അപ്പം ഈ ക്വാളിഫിക്കേഷനോട് കൂടി നമുക്ക് സർവീസിലോട്ടുള്ള കയറിയിട്ടുള്ള ടീച്ചേഴ്സ് അല്ലേ, അവർക്കാണ് ഇപ്പോൾ ആശങ്കകൾ ഉണ്ടാവുന്നത് നമുക്ക് പറയാം അല്ലേ? പ്രധാനമായിട്ടും അവർക്ക് തന്നെയാണ് ആശങ്ക പെടേണ്ടത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി ടെറ്റ് ഒരു സ്റ്റാറ്റ്യൂട്ടറി യോഗ്യത ആയിട്ട് പറയുന്നത് കൊണ്ട് ഈ അതായത് ഉയർന്ന തലത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള യോഗ്യതാ പരീക്ഷകളായ നെറ്റ്, സെറ്റ് എന്നിവയും അതേപോലെ അക്കാദമിക് ഡിഗ്രികളായിട്ടുള്ള എംഎഡ്, PhD, അതേപോലെ എംഫിൽ ഇങ്ങനെയുള്ള യോഗ്യതകളൊക്കെ എല്ലാം നമ്മളുടെ ക്വാളിഫിക്കേഷനായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇനി മുതൽ ഈ വിധി വന്നത് മുതൽ ടെറ്റ് മാത്രമാണ് ഈ ഏരിയയിലുള്ള, അതായത് 14 വയസ്സുള്ള കുട്ടികൾക്കുള്ള ഒരു യോഗ്യത, സ്റ്റാറ്റ്യൂട്ടറി യോഗ്യതയായിട്ട് പരിഗണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നിലവിൽ കേരള സർക്കാർ ഇപ്പോൾ നമുക്ക് ഈ RTE പ്രകാരമുള്ള ഈ വിധി വന്നിട്ടുണ്ടെങ്കിലും, അതായത് ടെറ്റ് നിർബന്ധമാക്കിയിട്ടുള്ള വിധി വന്നിട്ടുണ്ടെങ്കിലും കേരളത്തിൽ നമുക്ക് ഒരുപാട് ഇളവുകൾ വന്നിട്ടുള്ള സർക്കുലറുകളുണ്ട്. ഇപ്പം നമ്മൾ പരാമർശിച്ചിട്ടുള്ള യോഗ്യതാ പരീക്ഷകളും അതുപോലെ അക്കാദമിക് ഡിഗ്രികളും ഉള്ള ആളുകൾക്ക് ടെറ്റ് വേണ്ട എന്നുള്ള ഇളവുകൾ അതുപോലത്തെ സർക്കുലറുകളൊക്കെ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഈ സെപ്റ്റംബർ 1 വന്ന വിധി പ്രകാരം ഈ സർക്കുലറുകളൊക്കെ നമ്മൾ റദ്ദാക്കുകയാണോ ചെയ്യുക? എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീഡിങ്സ് ഉണ്ടാവുക? ഇതിൽ സുപ്രീം കോടതിയിൽ ഒരു വിധി വന്നു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾ ആ വിധി പരിഗണിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൊടുത്തിട്ടുള്ള ഇളവുകൾ നിലനിൽക്കുന്നതല്ലെങ്കിൽ അതോട് കൂടിയിട്ട് ആ ഓർഡറുകൾ അല്ലെങ്കിൽ ആ സർക്കുലറുകളെല്ലാം, ഗവൺമെൻറ് സർക്കുലറുകളെല്ലാം, സംസ്ഥാന സർക്കാരുകൾ നൽകിയിട്ടുള്ള സർക്കുലറുകളെല്ലാം റദ്ദാക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിന് വിലയില്ലാതാവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അപ്പം ശരിക്കും ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൻ്റെ അടിസ്ഥാനത്തിലോ, സെറ്റ് യോഗ്യതയുടെ അടിസ്ഥാനത്തിലോ, നെറ്റ് യോഗ്യതയുടെ അടിസ്ഥാനത്തിലോ, മറ്റ് അക്കാഡമിക് യോഗ്യതയുടെ അടിസ്ഥാനത്തിലോ ഇളവുകൾ നേടി സർവീസിലിരിക്കുന്ന അധ്യാപകർ ടെറ്റ്, അതായത് കാറ്റഗറി 1, കാറ്റഗറി 2 അല്ലെങ്കിൽ ടെറ്റ് നേടേണ്ട ഒരു അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സാർ ഇപ്പം ടീച്ചേഴ്സിന് വേണ്ടി മാത്രമുള്ള മത്സര പരീക്ഷകളായാലും യോഗ്യത പരീക്ഷകളിലുമാണ് സാർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ടീച്ചേഴ്സിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഇപ്പോൾ സാറ്. അപ്പം എങ്ങനെയാണ് ടീച്ചേഴ്സ് അക്കാഡമി ഈ വിധി ഒരു നോക്കി കാണുന്നത്, അല്ലെങ്കിൽ എന്തായിരിക്കും ടീച്ചേഴ്സിന് വേണ്ടി ഇനി സാറിന് ചെയ്യാൻ പറ്റുന്നത്? ഈ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2014-15 വർഷം മുതൽ ഈ ഒരു രീതിയിൽ, അതായത് എങ്ങനെ ടെറ്റ് പരീക്ഷ നേടാൻ നിലവിലുള്ള അധ്യാപക സമൂഹത്തെ അല്ലെങ്കിൽ അധ്യാപകരെ സഹായിക്കാം എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞങ്ങളിങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് വന്നത്. അതിനുള്ളൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സന്ദർഭത്തിലും എൻ്റെ കൂടെ വർക്ക് ചെയ്തവരും എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചവരൊക്കെ ടെറ്റിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് വന്നത് 12-ന് ശേഷമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് LDCയുടെ കൂടെ ടെറ്റ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ക്ലാസ്സിന് പോകുന്ന ഒരവസ്ഥ പല സമയത്ത് ഞാൻ കാണുകയുണ്ടായി. അപ്പോഴാണ് ഞാൻ ഇതിന് ആരും കൊടുക്കാത്ത, അതായത് ഈ ടെറ്റ് പരീക്ഷയ്ക്കും അല്ലെങ്കിൽ അധ്യാപകർക്കുള്ള ഈ ഒരു പരീക്ഷയ്ക്ക് ഒരു വല്ലാത്ത പ്രാധാന്യം ആരും കൊടുക്കുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് കിട്ടിയത്. അന്ന് മുതലാണ് ഞാനിതിനെക്കുറിച്ച് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചിന്തിച്ചത്. അപ്പോൾ സമ്മാന മനസ്കരായിട്ടുള്ള ഞങ്ങളുടെ അധ്യാപകർ ചിന്തിച്ചപ്പം അങ്ങനെ ഒരു അധ്യാപക കൂട്ടായ്മയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു അക്കാഡമിയാണ് ശരിക്കും ടീച്ചേഴ്സ് അക്കാഡമി. നമ്മളൊരു ജനറൽ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ടീച്ചേഴ്സിന് വേണ്ടി മാത്രം, നമ്മളുടെ പരീക്ഷകൾ അങ്ങനെയാണ്. കാരണം നമുക്ക് സൈക്കോളജി, പെഡഗോഗി ഇതുമൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലുള്ള പ്രാക്ടീസുമാണ് വേണ്ടത്. അപ്പോൾ അതിന് PSCക്ക് പഠിക്കുന്ന തലത്തിലിരുന്ന് പഠിച്ചാൽ ഒരിക്കലും ആ ഒരു കുട്ടിക്ക് കൃത്യമായിട്ട് ആ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ആ ഒരു പരീക്ഷയെ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടെറ്റ് യോഗ്യത നേടണമെങ്കിൽ അധ്യാപക മേഖലയിൽ പരിശീലനം നൽകുന്ന അധ്യാപകർ തന്നെയാണ് അതിന് യോഗ്യർ, അല്ലെങ്കിൽ ക്ലാസ് കൊടുക്കാനുള്ള യോഗ്യത അവർക്കാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അങ്ങനെയുള്ള ഡോക്ടർ K. ശിവരാജൻ സാറ്, നമ്പ്യാർ സാറ്, അതുപോലെ കേളു സാറ്, ഇവരുടെയൊക്കെ ഒരു അഭിപ്രായം ചോദിച്ച് അവരുടെയൊക്കെ ഒരു മേൽനോട്ടത്തിലാണ് ശരിക്കും ടീച്ചേഴ്സ് അക്കാഡമി രൂപീകരിച്ചിട്ടുള്ളത്. അധ്യാപകരൊക്കെ അധ്യാപന പരിശീലനത്തിൽ അഗ്രഗണ്യരാണല്ലേ. അത്രയും അനുഭവമുള്ള അവരുടെ ആ ഒരു അനുഭവം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സ്ഥാപനം നമ്മൾ തുടക്കം കുറിച്ചത്.
അധ്യാപകർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 4600-ലധികം അധ്യാപകർക്ക് കേട്ടറ്റ് യോഗ്യത നേടുന്നതിന് സഹായിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ 200-ലധികം LP UP സ്കൂൾ ടീച്ചേഴ്സ്, ഹൈസ്കൂൾ ടീച്ചേഴ്സ്, HSST ടീച്ചേഴ്സ്, അത് ഒരു 200-ലധികം ഗവൺമെൻറ് സ്കൂളുകളിൽ ടീച്ചേഴ്സാകാൻ ഉള്ള ഒരു വിദഗ്ധ പരിശീലനം നൽകാൻ നമുക്ക് പറ്റുകയുണ്ടായി. അപ്പം ഇതൊക്കെ നമുക്ക് സാധിച്ചത് നമ്മൾ ഈ ഒരു മേഖലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട്. ഞാനത് ഊന്നി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു തലത്തിൽ പരീക്ഷകൾക്ക്, കാരണം ഇപ്പം നടക്കുന്ന PSC പരീക്ഷകളായാലും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാം പരീക്ഷകളായാലും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെയാണ് പ്രധാനമായിട്ടുള്ള പരീക്ഷകൾ നടക്കുന്നത്. അപ്പോൾ ആ സിലബസിലുള്ള കണ്ടൻറ്റിനെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫാക്റ്റ് മുതൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ വരെ പഠിച്ച് പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്കാണ് ഈ പരീക്ഷകളിലെല്ലാം ഉന്നത വിജയം നേടാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കുട്ടികൾക്ക്, അതായത് ടീച്ചേഴ്സിനുള്ള പരിശീലനം വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പം ഓരോ സബ്ജക്റ്റ് എടുക്കുമ്പോൾ, ഇപ്പോൾ സൈക്കോളജി ആണെങ്കിൽ സൈക്കോളജിയിൽ ഏറ്റവും നല്ല അധ്യാപകരെ വെച്ച് ക്ലാസ്സും അതുപോലെ മെറ്റീരിയൽസും അതിനുള്ള പ്രാക്ടീസ് ടെസ്റ്റുകളും ഒക്കെയാണ് നമ്മൾ ഇവിടെ ടെറ്റിൻ്റെ പരിശീലനത്തിനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. സൈക്കോളജി, അതേപോലെ ഓരോ വിഷയങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിലും മാത്സ്, സയൻസ് ഒക്കെ ആണെങ്കിലും ആ ഒരു മേഖലയിൽ, അതായത് BEd കോളേജുകളിൽ നിരവധി വർഷത്തെ അധ്യാപന പരിചയമുള്ള നല്ല അധ്യാപകരെ വെച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അവർക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് മുഴുവനായിട്ട് സമഗ്രമായിട്ടുള്ള ഒരു അറിവ് അവർക്കതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഏതുമായിട്ട് കണക്റ്റഡ് ആണ്, എങ്ങനെയാണ് ഈ ഫാക്റ്റ് ആ ഒരു ഫാക്റ്റുമായിട്ട് അങ്ങനെയുള്ള എല്ലാ കണക്ഷൻസും അവർക്ക് വളരെ കൃത്യമായിട്ട് ടീച്ചേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇത്രയും കൂടുതൽ, അതായത് ഒരു 70%-ലധികം കുട്ടികളെയും നമുക്ക് വിജയിപ്പിക്കാൻ പറ്റാറുണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ ഓഫ്ലൈനിൽ മാത്രമാണ് നമ്മൾ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാറിയ സാഹചര്യത്തിൽ, കാരണം പല അധ്യാപകരും വളരെ വിദൂരതയിലുള്ള അധ്യാപകരെല്ലാം ഈ ഒരു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾക്ക് ഇത് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു അതായത് അടുത്ത പരിശീലനത്തിൻ്റെ ഇത് തുടങ്ങുമ്പോൾ ഓൺലൈനിലും അതേപോലെ ഓഫ്ലൈനിലും, അതേപോലെ ഓൺലൈനിലും ഓഫ്ലൈനിലുമുള്ള ഹൈബ്രിഡ് സെഷൻസും നമ്മൾ ആരംഭിക്കുന്നുണ്ട് അധ്യാപകർക്ക്. അതാണ് പ്രധാനമായിട്ടും ഇപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരുപാട് അധ്യാപകരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഏറ്റവും മിതമായ നിരക്കിലുള്ള ഫീസുകൾ വാങ്ങിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ടീച്ചേഴ്സിനാണെങ്കിൽ ഇപ്പം സർവീസിലുള്ളവർക്കാണ് ഈ ഒരു പ്രശ്നം ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ സ്കൂളിന് ശേഷമുള്ള മണിക്കൂറുകളിൽ അവർക്ക് ഓൺലൈനായിട്ടുള്ള സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിലും കൂടി ആയിരിക്കുമല്ലോ എന്തായാലും വരുന്നത്. നമ്മൾ ഓൺലൈനിൽ ലൈവ് സെഷൻസ് ആയിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. രാത്രി 8 മണി മുതൽ 10 മണി വരെയുള്ള ആ ഒരു സമയത്ത് ടീച്ചേഴ്സിനെല്ലാം മാക്സിമം ഉൾക്കൊള്ളാൻ കഴിയുന്ന തലത്തിലാണ് നമ്മൾ ഈ ഒരു കോച്ചിങ്ങുകൾ, ഇനി മുന്നോട്ട് പോകുന്ന കോച്ചിങ്ങുകളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സർ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ യോഗ്യതാ പരീക്ഷകൾ ഇത്രയധികം കർശനമായിട്ട് നമ്മൾ വേണമെന്ന് പറയുമ്പം അത് ശരിക്കും അധ്യാപക ജോലിക്ക് ഗുണകരമാവും എന്ന് തന്നെയാണോ സർ പറയുന്നത്? നമുക്ക് ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പം പല അർത്ഥ തലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഒരു പരീക്ഷ കൊണ്ടുവരുന്നത് എപ്പോഴും നമുക്കൊരു രണ്ടഭിപ്രായം അല്ലെങ്കിൽ അതിലധികമോ അഭിപ്രായങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇപ്പം ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യോഗ്യതാ പരീക്ഷകൾ കൊണ്ടുവരുന്നത് എപ്പോഴും ഒരു സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ RTE ആക്ടിൽ പറയുന്ന വിദ്യാഭ്യാസം, അതായത് നിർബന്ധിതമാണ്, സൗജന്യമാണ്, പക്ഷേ അവിടെ ക്വാളിറ്റിയും കൂടെ ഉറപ്പുവരുത്തണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഒരു നിയമം വന്നത് പല അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, സർവീസിലുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ അവരുടെ ഒരു പ്രോഗ്രസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതവർക്ക് ഗുണകരമായിട്ട് തീരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനോട് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം അതായത് പഠനമൊക്കെ കഴിഞ്ഞ്, അതായത് DLED, അതേപോലെ DLED അല്ലാന്ന് TTC കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് 2 കുട്ടികളുടെ അമ്മയായിട്ടുള്ള ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിരുന്നു. സാറേ, ഞാനിപ്പം ടെറ്റ് എഴുതിയാൽ ഞാനിപ്പോൾ ഒന്നും പഠിപ്പിക്കണമൊന്നുമില്ല, ഞാൻ കുറേ ആയിട്ട് വിട്ടു നിൽക്കുകയാണ്,
ഏകദേശം 12 വർഷത്തിലധികമായി സാറേ ഞാൻ ബുക്ക് തന്നെ തൊട്ടിട്ട്. ഞാനിത് പാസ്സാവുമോ എന്ന് ചോദിച്ചിട്ട് ഒരു കുട്ടി വന്നിരുന്നു എൻ്റെ അടുത്ത്, വളരെ 12 വർഷം ഒരു വലിയ ഗ്യാപ്പ് ആണല്ലേ. അപ്പോൾ അത് ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഒരു ഇതുണ്ടാവും. അപ്പം ഈ ഒരു ടെറ്റിൻ്റെ ഒരു നിർബന്ധം ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു നമ്മുടെ ഒരു ഇതിലേക്ക് ഒന്ന് വന്ന് ഞങ്ങളോട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ തോന്നിയത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ആഗ്രഹം ആത്മാർത്ഥമായിട്ടാണ് എങ്കിൽ ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ ആ കുട്ടി കേട്ടറ്റിൻ്റെ ആ ഒരു സംശയത്തോടു കൂടി നമ്മളടുത്തൊന്ന് ജോയിൻ ചെയ്തു. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം സാറേ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഫസ്റ്റ് ചാൻസിൽ തന്നെ നല്ല മാർക്കോട് കൂടി ടെറ്റ് യോഗ്യത ഉറപ്പാക്കുകയും അതിനുശേഷം നമ്മളടുത്ത് തന്നെ LPSTയുടെയും UPSTയുടെയും പരിശീലനത്തിൽ ചേരുകയും LPSTയിൽ ഇപ്പം 2025 നിലവിൽ വന്ന കോഴിക്കോട് റാങ്ക് ലിസ്റ്റിൽ 96ാമത്തെ റാങ്ക് നേടി. LP സെഷനിൽ UP സെഷനിലും ആ കുട്ടി UPയുടെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല, UPയുടെ റാങ്ക് ലിസ്റ്റിലും ആ കുട്ടിക്ക് സ്ഥാനം നേടാൻ പറ്റി. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ സമയത്തുണ്ടാവുന്ന പല സീരിയസ് ആയിട്ട് പല കുട്ടികൾക്കും ആ ഒരു പഠനത്തിൻ്റെ സീരിയസ് ചിലപ്പോൾ അറിഞ്ഞോളണമെന്നില്ല. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിൽ കുറച്ച് അനുഭവങ്ങളൊക്കെ കിട്ടി ഇങ്ങനെ ഈ ഒരു ടെറ്റ് യോഗ്യത അല്ലെങ്കിൽ മറ്റ് യോഗ്യതാ പരീക്ഷകളുണ്ട്, അപ്പോൾ അതിനൊന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് വരുമ്പോൾ അവർക്ക് അവരുടെ ശരിക്കുള്ള പൊട്ടൻഷ്യൽ തിരിച്ചറിയാനും അതുപോലെ ഈ അവരുടെ അറിവുകൾ ഒന്നുകൂടി തേച്ചു മിനുക്കി പുതിയ ജോലി അല്ലെങ്കിൽ അധ്യാപക മേഖലയിലേക്ക് തന്നെ തിരിച്ചു വരാനുള്ള ഒരു അവസരം. ശരിക്കും എനിക്ക് തോന്നുന്നു ഇപ്പോൾ വേറെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ ജനറൽ PSCകൾക്കിടയിൽ ഇങ്ങനത്തെ ഒരു കോഴ്സ് കിട്ടുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ആ ഒരു ഫോക്കസ് ശരിക്കും അവിടെ ലാഗ് ചെയ്യും. അപ്പോൾ അവിടെയാണെന്ന് തോന്നുന്നു എനിക്ക് എന്തായാലും ടീച്ചേഴ്സ് അക്കാഡമീൻ്റെ ഒരു പ്രാധാന്യം അവിടെ വരുന്നതെന്ന് എനിക്ക് ഇപ്പോൾ ഈ സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് സാർ. അല്ല, അതിനുള്ള ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ അത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അതായത് ഇപ്പം ഏതൊരു പരീക്ഷയ്ക്കാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ പരീക്ഷയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ക്ലാസ് എക്സ്ക്ലൂസീവായിട്ട് ക്ലാസ് കൊടുക്കുന്ന ഒരു സ്ഥലത്ത് വരുമ്പം ആ ഒരു പരീക്ഷയെ കുറിച്ചിട്ടുള്ള മാത്രം ചിന്തകളും അതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകളും അത് മാത്രമാണ് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളൊരു മറ്റുള്ള സെൻറ്ററുകളെ കുറിച്ചിട്ട് ഞാൻ മോശം അഭിപ്രായമായിട്ടല്ല പറയുന്നത്, അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ആയിരിക്കും ക്ലാസ് കൊടുക്കുന്നത്. പക്ഷേ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ അവിടെ LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും, 10th ലെവൽ ഉണ്ടാവും, ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ഉണ്ടാവും, വേറെ പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും കൂടിയിട്ടുള്ളൊരു മിംഗ്ലിംഗ് ആണ് ഉണ്ടാവുക. പക്ഷേ അപ്പോൾ അവർക്ക് ആ ഒരു കോൺസെൻട്രേഷനിൽ കുറഞ്ഞൊരു മാറ്റം വരും എന്നുള്ളൊരു ചിന്തയാണ് ഞങ്ങൾക്കുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ടീച്ചേഴ്സിൻ്റെ മാത്രം അതായത് യോഗ്യതാ പരീക്ഷകളാണെങ്കിലും PSC പരീക്ഷകളാണെങ്കിലും ടീച്ചേഴ്സിന് മാത്രം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ശരിയായ രീതിയിൽ ടീച്ചറാവണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഞങ്ങളുടെ ഈ അക്കാഡമിയിൽ വരുന്ന ഓരോ ആളുകളും അവരുടെ ആ ഒരു ലക്ഷ്യം നേടിയിട്ടാണ് തിരിച്ചു പോകുന്നത് എന്നുള്ളത് ഞങ്ങൾ തുടങ്ങി വെച്ചത് നല്ലൊരു രീതിയാണ്. അല്ലെങ്കിൽ അത് കുട്ടികൾക്ക് അധ്യാപക മേഖലയിൽ കടന്നു വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് സഹായകരമാകുന്നുണ്ട് എന്നുള്ളത് വളരെ ഫലപ്രദമായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും. അത് ശരിക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത്. സാർ, അപ്പം കേട്ടറ്റിൻ്റെ അടുത്ത പരീക്ഷ എത്ര കാലത്തിനുള്ളിൽ എത്ര സമയത്തിനുള്ളിൽ നമുക്ക് പ്രതീക്ഷിക്കാനി? നമുക്ക് ഇതിന് വ്യക്തമായിട്ടൊരു മറുപടി പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഒരു പരീക്ഷയാണ് വർഷത്തിലുണ്ടായിരുന്നത്. പിന്നീട് അത് 2 പരീക്ഷയും 3 പരീക്ഷയും ആവുന്നൊരു അവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ നമുക്ക് വർഷത്തിൽ 2 പരീക്ഷയാണ് ഉള്ളത്. സുപ്രീം കോടതിയുടെ വിധി വന്ന അവസരത്തിൽ ഇപ്പം ഇനി സർക്കാരിൻ്റെ മുന്നിലുള്ള ഒരു കാര്യം എന്നുള്ളത് കൂടുതൽ അവസരങ്ങൾ അധ്യാപകർക്ക് ഈ പരീക്ഷ എഴുതിയെടുക്കാൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അടുത്ത വർഷം മുതൽ നമുക്കൊരു 3 വർഷത്തിലൊരു 3 പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് സാധാരണ ഒരു സ്റ്റേജിൽ പറയുകയാണെങ്കിൽ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യം ഇതിലാണ് പരീക്ഷ നടക്കേണ്ടത്. പക്ഷേ മേ ബി ഇപ്രാവശ്യം കൂടുതൽ അവസരം കൊടുക്കുക എന്നുള്ള തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നവംബർ 1st വീക്കിലൊരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ജനുവരി 1st വീക്കിലായിരിക്കും അടുത്ത പരീക്ഷ വരാനുള്ള സാധ്യത. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഏറ്റവും ഈ പരീക്ഷ കഴിഞ്ഞ്, അതായത് ഇപ്പം നടക്കാൻ പോകുന്ന സെപ്റ്റംബർ 18-19 ദിവസങ്ങളിലെ പരീക്ഷ കഴിഞ്ഞാൽ സർവീസ് ബാച്ചിലുള്ളവർക്കുള്ള ബാച്ചുകൾ
അതായത് ഹോളിഡേ ബാച്ച് ഉണ്ട്, അതേപോലെ നമുക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലുള്ള ബാച്ചസ് ഉണ്ട്. അതേപോലെ ഹൈബ്രിഡ് ആയിട്ട് വരുന്ന ബാച്ചും ഉണ്ട്. അപ്പം സെപ്റ്റംബർ 21 തന്നെ നമ്മൾ സർവീസ് ബാച്ചിലുള്ളവർക്കുള്ള ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. എല്ലാ കാറ്റഗറിയിൽപ്പെട്ടവർക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓൺലൈനിലും ഹൈബ്രിഡും ആയിട്ടുള്ള ക്ലാസ്സുകൾ ഓൺലൈനിൽ നമ്മൾ ലൈവ് ക്ലാസ്സുകളാണ്. അത് രാത്രി 8 മണി മുതൽ 10 മണി വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 4 മുതലാണ്. വിദ്യാരംഭം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അധ്യാപകർക്ക് ഏറ്റവും ഫലപ്രദമാവുന്ന രീതിയിലുള്ള ഒരു പരിശീലനവും പരീക്ഷകളും അതിൻ്റെ ഡിസ്കഷനുകളൊക്കെ ആയിട്ടാണ് നമ്മളുടെ ഇപ്രാവശ്യത്തെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ സുപ്രീം കോടതി വിധി, നമ്മൾ സംസാരിച്ച് തുടങ്ങിയ ആ വിധിയെക്കുറിച്ചുള്ള ഒരുവിധം എല്ലാവർക്കും ഉള്ള എല്ലാ സംശയങ്ങളും ഇപ്പം ദൂരീകരിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് സർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന കേട്ടറ്റുകൾ നന്നായിട്ട് പഠിക്കാം. അപ്പോൾ സർവീസിലുള്ളവരായാലും അല്ലെങ്കിൽ സർവീസിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവരായാലും ആർക്കായാലും കേട്ടിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.